ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കേരള സാരി വെച്ച് നല്ല ഫ്ലെയറിൽ തന്നെ ചെറിയ ചെറിയ ചുരുക്കിട്ട് എങ്ങനെ ഒരു സ്കേർട്ട് തയ്ച്ചെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പം ഞാനിതിന് വേണ്ടി ഇവിടെ ഒരു കേരള സാരി മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 44 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. അതിന് 42 ഇഞ്ചിൽ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് വശം ഇതേപോലെ കസവാണ്. അപ്പോൾ ഒരു വശത്തെ കസവ് ഞാൻ മാറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് 42 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഫുള്ളായിട്ടും അതിൻ്റെ മുന്താണിയുടെ ഭാഗത്ത് ചെറിയൊരു കസവ് മാത്രം, ഈ വീതിയിൽ തന്നെ ഒരു കസവ് മാത്രം ഉണ്ടായുള്ളൂ. അത് മാത്രം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് പട്ട വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ബാക്കി ഫുൾ സാരി നീളവും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ചുരുക്കിടണം എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് സാരിയുടെ 3 മീറ്റർ മാത്രമായിട്ടല്ല മുറിച്ചെടുത്താണ്. 5.5 മീറ്ററുള്ള സാരിയിൽ ആ മുന്താണിയിലെ ഒരു 12 ഇഞ്ചോളം ഞാൻ മാറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ആ സാരി മൊത്തം ഉണ്ട് കേട്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മുകളിലത്തെ കസവ് ഞാൻ അത് കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. ആ ഭാഗത്ത് ഞാൻ ആദ്യം തന്നെ ഒരു ഫ്ലീറ്റ് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു 3/4 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് അരികത്ത് കൂടെ വലിയ കാണിയിട്ട് ഞാൻ 2 സ്റ്റിച്ച് അടിച്ചെടുക്കണം. ആദ്യം ഇപ്പോൾ ഒരു സ്റ്റിച്ച് അടിച്ചെടുത്ത് അതിൻ്റെ അടുത്ത് കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി ഞാൻ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചുരുക്കിടുമ്പോൾ ഒരു ലെയറിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ നമ്മൾ ചുരുക്കിട്ട് വരുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ 2 ലെയറിൽ നമ്മൾ അടിക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നൂലിന് ബലം കിട്ടും. അത് 2 എന്നുള്ള 3 ലെയറിലെടുത്താലും നമുക്ക് നൂല് പൊട്ടിപ്പോകും എന്നുള്ള പേടി വേണ്ട. അല്ലെങ്കിൽ എടുക്ക് വെച്ച് പൊട്ടിപ്പോയാൽ നമ്മളാ ചെയ്യണ എഫർട്ട് മുഴുക്ക വെറുതെയാവും. അപ്പോൾ ഞാനിവിടെ 2 ലെയറും അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരറ്റത്തെ ആ മോൾ ഭാഗത്തെ നൂല് മാത്രം നമ്മൾ 2 സ്റ്റിച്ചിൻ്റെ നൂല് മാത്രം പിടിച്ചിട്ട് അറ്റം വരെ വലിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വലിച്ചെടുക്കുമ്പോൾ ഒരു ഫുൾ സാരിയല്ലേ ഇത്, ഇത്തിരി ബുദ്ധിമുട്ടാണ്, കുറച്ച് അധികം നേരം പിടിക്കും ഈ സാധനം ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. പക്ഷേ ചുരുക്കിട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ചുരുക്കിടണതിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിത് ചുരുക്കിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ 2 നൂലും ഒരുമിച്ച് പിടിച്ചിട്ട് വലിച്ചെടുക്കാനായിട്ട് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ വലിച്ച് വരുമ്പോൾ നമ്മൾ വലിക്കണ നൂല് കൂടി വരും. അപ്പോൾ ആ നൂല് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചുറ്റി വെച്ചെടുത്തെങ്കിൽ നമുക്ക് അടുത്തത് അതേപോലെ വലിച്ചെടുക്കാൻ എളുപ്പം. ഞാനിപ്പോൾ ഈ നൂല് ഈ മിഷ്യത്തിൻ്റെ ഇവിടെ തന്നെ ചുറ്റി വെക്കണം കേട്ടോ. ഇതായിരിക്കും നമുക്ക് സൗകര്യം. എന്നിട്ട് ബാക്കിയുള്ള ചുരുക്ക് ഇങ്ങനെ വലിച്ച് കൊടുത്ത് അറ്റത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ വലിച്ച് കിട്ടുമ്പോൾ ഇതേപോലെ നൂല് വരുമ്പോൾ നമ്മൾ ഇതേപോലെ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല സിമ്പിളാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ. നല്ല രസമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയിൽ ആ ചുരുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒട്ടും വണ്ണമില്ലാത്തവർക്കൊക്കെ ഈ മെത്തേഡ് ഉപയോഗിക്കാം കേട്ടോ. പാവാടയുടെ ഒക്കെ ഫ്ലീറ്റിന് നമ്മൾ കൈ വെച്ച് ചുരുക്കിടണേൽ നല്ല ഭംഗിയിൽ നല്ല തിക്കായിട്ട് തന്നെ ഇത് കിട്ടും. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊന്നും വേസ്റ്റ് ആവില്ല. ഈ സാരി നമുക്ക് പിന്നീട് വേണമെങ്കിൽ അഴിച്ച് വേറെ എന്തെങ്കിലും തയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോൾ 30 ഇഞ്ചാണ് എനിക്ക് വേസ്റ്റ് വേണ്ടത് വണ്ണം. ഞാൻ 1.5 ഇഞ്ചോടും കൂട്ടിയെടുത്തിട്ടുണ്ട്. 31 ഇഞ്ചിൽ ചുരുക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ചുരുക്കും ഞാൻ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ചുരുക്കിട്ട് കഴിയുമ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇതിങ്ങോട്ട് അഴിച്ചെടുത്തിട്ട് ഈ ചുരുക്കിൻ്റെ മീതെ കൂടെ ഒരു അടി അടിച്ച് നിർത്തണം കേട്ടോ, അല്ലെങ്കിൽ ചുരുക്ക് ചിലപ്പോൾ അഴിഞ്ഞു വരും. അപ്പം ഞാൻ ഈ അറ്റത്തെ ഭാഗത്ത് ചുരുക്ക് കുറച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 2 അരിക് ഇതേപോലെ മടക്കി അടിക്കാനുള്ളതാണ്. എന്നിട്ട് ഈ അറ്റത്തും ഇതേപോലെ ഒരു 3/4 ഇഞ്ചോളം വീതി വരുന്നൊരു ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഫ്ലീറ്റ് അതങ്ങനെ നിന്നോളും. മറ്റേ ചുരുക്കിൻ്റെ പോലെയല്ല, അത് സൈഡിൽ ജോയിൻറ്റ് വരുന്ന ഭാഗത്തെ ഫ്ലീറ്റില്ലേ, 2 സൈഡും അങ്ങനെ ഒരു 3/4 ഇഞ്ചോളം ഞാൻ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ഈ ചെറിയ ചുരുക്ക് കൂടാണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മീതെ കൂടെ ഒന്ന് അടിച്ച് വെക്കണം, അല്ലെങ്കിൽ ആ ചുരുക്ക് എവിടെയെങ്കിലും ഒന്ന് പൊട്ടിപ്പോയാൽ നമുക്ക് പിന്നെയും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സ്കേർട്ടിനെന്ന് പറഞ്ഞാൽ നമ്മുടെ അരവണ്ണത്തിൻ്റെ അത്രയും തന്നെ ലെങ്ത്ത് ഉള്ളൂ കേട്ടോ ബ്ലൗസിന് വരുമ്പോൾ. അപ്പോൾ അത് കണക്കാക്കി ഞാൻ പട്ട 3 ഇഞ്ച് വീതിയിലാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ പട്ട ഇത്തിരി കയറി വരുമ്പോൾ ആ ഭാഗത്ത് അത്രയും ഭാഗമായിട്ട് തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം നിർത്താൻ പറ്റും. അപ്പോൾ ഇത്തിരി ബ്ലൗസ് പൊങ്ങിപ്പോയാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെയൊന്നും ശരീരഭാഗങ്ങളൊന്നും കാണാത്ത രീതിയിൽ നമുക്കത് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചുരുക്ക് നല്ല കറക്റ്റായിട്ട് കിടക്കുകയും ചെയ്യും. അതിന് വേണ്ടിയാണ് വീതിയിൽ പട്ട എടുത്തേക്കണം കേട്ടോ. അപ്പം ഞാൻ സൈഡിൽ ഒരു സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്ലൗസിന് ലെങ്ത്ത് അത്രയും വരുമ്പോൾ അവിടുത്തെ ഓപ്പൺ ചിലപ്പോൾ എങ്ങാനും വിടർന്നായ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സൈഡിൽ സിബും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചുരുക്കിൻ്റെ മീതെ കൂടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡും സ്കേർട്ടിൻ്റെ 2 സൈഡും മടക്കി അടിച്ചെടുക്കണ്ടേ. എന്നിട്ട് നമുക്കത് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ ആ നൂലൊന്നും പോരൂല. ലോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ ഞാൻ 2 സൈഡും അടിച്ചിട്ടാണ് സിബ് വയ്ക്കണത്. ഇവിടെ 2 സൈഡും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് സിബിന് ആവശ്യമുള്ള ഓപ്പൺ നമുക്ക് എന്തോരം വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഞാനിവിടെ ഇൻവിസിബിൾ സിബാണ് വെക്കണത്. അതാവുമ്പോൾ സിബ് വെച്ചതും കാണൂലല്ലോ. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് സിബിന് ഓപ്പൺ. അപ്പോൾ നമുക്ക് ആ ആവശ്യത്തിനുള്ള സിബ് എടുത്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇൻവിസിബിൾ സിബ് ചെയ്യണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ 1 സൈഡ് പ്രഷർ ഫുട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എങ്ങനെയൊക്കെ വന്നാലും നമ്മൾ ഡബിൾ സൈഡ് പ്രഷർ ഫുട്ട് ഉപയോഗിച്ചാൽ അത്ര ഫിനിഷിംഗ് ആയിട്ട് കിട്ടില്ല. നമ്മൾ 1 സൈഡ് ഉപയോഗിക്കണേ ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇതിൻ്റെ സിബ് ഇങ്ങനെ വെച്ചിട്ട് റഫായിട്ട് അതിൻ്റെ അരിയത്ത് കൂടെ അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഈ സിബിൻ്റെ ഈ തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗത്ത് വെറുതെ റഫായിട്ടൊന്ന് അടിച്ചെടുക്കണം. ആ സൈഡ് മാറിപ്പോകാണ്ടും വശം മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി 2 സൈഡ് നമ്മളിങ്ങനെ ആദ്യം അടിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് സിബ് ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ ആ സിബിൻ്റെ ആ ഭാഗം നിവർത്തി വെച്ചിട്ട് അടിച്ചു കൊടുക്കാൻ. അരിയത്ത് കൂടെ ചേർത്ത് അടിച്ചു കൊടുക്കാനുള്ളത്. ഇതിപ്പോൾ ഞാൻ സിബിൻ്റെ മോൾ ഭാഗം കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി അവിടെ ഒരു പിഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മറ്റേ വശം ഇതേപോലെ ഒന്ന് റഫായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ സിബ് വശമൊന്നും മാറിപ്പോകില്ല. നല്ല കറക്റ്റായിട്ട് നല്ല ലെവലിൽ തന്നെ നമുക്ക് കിട്ടും. ഒരു ഭാഗം അടിച്ച് കഴിഞ്ഞിട്ട് മറ്റേ ഭാഗം അടിച്ചു വരുമ്പോൾ ഒരു ഭാഗം കയറി ഇറങ്ങിയൊന്നും ഇരിക്കില്ല. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ അതേ റഫായിട്ട് അടിച്ചെടുത്തപ്പോൾ ഇതിങ്ങനെ വീതിയിൽ കാണും കേട്ടോ. നമ്മൾ ഇൻവിസിബിൾ സിബ് വയ്ക്കുമ്പോൾ നമ്മൾ സിബ് വെച്ചിട്ടുണ്ടെന്നേ അറിയില്ല. അപ്പോൾ ആ രീതിയിൽ ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിബ് ഓപ്പൺ ചെയ്തിട്ട് അരിയത്ത് കൂടെ അടിക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കണത് ഈ സിബിൻ്റെ ഇവിടെ നമ്മൾ കട്ട് ചെയ്തതല്ലോ. അപ്പോൾ സിബ് ഇനി അടിയിലേക്ക് ഊരിപ്പോരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തതാണ്. എന്നിട്ട് ഇങ്ങനെ സിബ് തുറന്നിട്ട് ഈ അരികത്ത് കൂടെ 1 സൈഡ് പ്രഷർ ഫുട്ടിട്ട് ആ സിബിൻ്റെ ആ ഭാഗം നല്ലോണം വിടർത്തി വെച്ച് അരികത്ത് കൂടെ അടിക്കണം. എന്നാൽ സിബിൻ്റെ ആ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് നൂല് കയറി പിടിക്കരുത്. അങ്ങനെ ആകുമ്പോൾ സിബിൻ്റെ റണ്ണിങ്ങിന് ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ വിടർത്തി വെച്ച് 2 സൈഡ് അടിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ സൈഡ് കൂട്ടാൻ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവർക്കും സ്വന്തമായിട്ട് തന്നെ നല്ല ചുരുക്കമുള്ള നല്ല അടിപൊളി സ്കേർട്ട് ഇടാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിപ്പോൾ സിബിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ സൈഡ് കൂട്ടുമ്പോൾ ഞാൻ അടിഭാഗത്തു നിന്നാണ് അടിച്ചു തന്നെ കേട്ടോ. എന്നിട്ട് ആ ഭാഗം വരുമ്പോൾ 1 സൈഡ് പ്രഷർ ഫുട്ടിട്ടാണോണ്ട് നമുക്ക് ചേർത്ത് തന്നെ അടിച്ച് നിർത്താൻ പറ്റും. നമുക്ക് എത്ര ഓപ്പൺ വേണ്ടത് അവിടെ മാർക്ക് ചെയ്തിടണം. അപ്പോൾ അത് 7 ഇഞ്ച് ആ മാർക്ക് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ അവിടം വരെ നമുക്ക് അടിച്ച് നിർത്താം. അങ്ങനെ സൈഡും അടിച്ചു കൂട്ടിയാൽ നമുക്ക് സ്കേർട്ടിന് പിന്നെ പട്ട മാത്രം വെക്കണ പണിയുള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. എപ്പോഴും കൈ വെച്ച് ചുരുക്കിടണേലും നല്ലത് ഇതുപോലെ നൂല് വലിച്ച് ചുരുക്കിടണതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 2 ലെയർ അടിച്ചിട്ട് നൂല് പൊട്ടുന്നുണ്ടെങ്കിൽ 3 ലെയർ അടിച്ചിട്ടാണെങ്കിൽ നമുക്കിത് ചെയ്യാം. അപ്പോൾ നൂലിനൊന്നും കൂടി കട്ടി കിട്ടുകയും ചെയ്യും. നമുക്ക് വലിക്കുമ്പോൾ സുഖമായിട്ട് വലിച്ചെടുക്കാനും പറ്റും. ഇപ്പോൾ ഞാൻ സൈഡ് കൂട്ടി ഇപ്പോൾ സിബിൻ്റെ ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ ബ്ലൗസ് സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലൗസ് നല്ല ഇറക്കത്തിലാകുമ്പോൾ ആ ഓപ്പണൊന്നും കാണൂല. ഇപ്പോൾ അങ്ങനെയല്ല, ബ്ലൗസ് ആ പട്ടയുടെ ഭാഗം മാത്രം വരുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സൈഡ് ഇങ്ങനെ സിബ് വെച്ച് കവർ ചെയ്ത് കൊടുക്കണം. ഇനി ഇതേ ഞാനിപ്പോൾ മുന്താണിയുടെ ആ ഭാഗത്തെടുത്ത ആ പീസാണിത്. ഇത്രയും പീസ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയുള്ളൂ. അതിൻ്റെ കസവ് കീറി കളഞ്ഞിട്ട് ബാക്കി എടുത്താണ്. അപ്പോൾ ഒരു 12 ഇഞ്ച് വീതിയിൽ എനിക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് 2 ഒപ്പം മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി ഒപ്പം മടക്കി. അപ്പോൾ നല്ല കട്ടി കിട്ടുമല്ലോ. ആ കട്ടിയിലേ ഞാനിവിടെ പട്ട വയ്ക്കണുള്ളൂ. അപ്പോൾ എനിക്ക് 3 ഇഞ്ച് ഫിനിഷിങ്ങിൽ പട്ട കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ 12 ഇഞ്ച് എടുത്ത ആ പീസ് ഒപ്പം മടക്കി അടിക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ചുരുക്കിൻ്റെ ആ ഭാഗത്ത് വെച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കട്ടിക്ക് വേണ്ടി നമുക്ക് തുണി ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ 4 മടക്കായതുകൊണ്ട് ഉപയോഗിക്കണില്ല. എന്നിട്ട് നമ്മളിത് ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് അടിച്ച് മറിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ സിബിൻ്റെ ഭാഗം കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ.
സിബ് ഇട്ട് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ടൊരു സ്പേസ് പോലും കാണാത്ത രീതിയിൽ നമ്മളത് വെച്ച് കൊടുക്കണം. എന്നിട്ട് അറ്റം വരെ അടിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് വണ്ണത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വേണമെങ്കിൽ ചെയ്യാം. 30 ഇഞ്ച് വണ്ണം വേണം എന്നുള്ളവർക്ക് ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി 2 വശം നമ്മൾ പട്ടയുടെ ആ ഭാഗം കവർ ചെയ്തടിക്കണം. കവർ ചെയ്തടിച്ചിട്ട് മറിച്ച് നമ്മൾ പട്ടക്ക് 2 സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. വള്ളി വേണ്ടവർക്ക് ഇതിനകത്ത് വള്ളി ഇട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളിവിടെ അടിച്ചെടുക്കണ്ട, ക്ലോസ് ചെയ്യണ്ട. ആ ഭാഗം ഉള്ളിലേക്ക് മടക്കി പിടിച്ചിട്ട് അവിടെ ഓപ്പൺ ആയിട്ട് ഇടുകയാണ് വേണ്ടത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വള്ളി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വള്ളി നല്ല നീളത്തിൽ അടിച്ചെടുത്തിട്ട് അതിൻ്റെ തുമ്പത്ത് കുഞ്ചലം പോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. അതും ഒരു ഭംഗിയുള്ള മോഡൽ തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിന് ഹുക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ 2 സൈഡ് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി നല്ല വശത്ത് ഇത് അരികത്ത് കൂടെ ആദ്യം ഒരു അടി അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അടി കൂടി കയറ്റിച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ 2 സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ പണി ഇവിടെ കഴിയും. അപ്പോൾ നല്ല സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഒരു കേരള സാരി വെറുതെ മുറിച്ച് കളഞ്ഞ് വേസ്റ്റ് ആക്കാണ്ട് തന്നെ ആ ഫുൾ ലെങ്ത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ മുകളിൽ ലെങ്ത്ത് കളയണ്ടെന്നുള്ളവർക്ക് അത് ആ പട്ടയുടെ ഉള്ളിലേക്ക് ആ ഭാഗം കയറ്റി വെച്ചടിക്കട്ടെ. ഞാനിവിടെ 42 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സാരി ഒട്ടും കളയണ്ടെന്നുള്ളവർക്ക് ആ കസവിൻ്റെ ഭാഗം കട്ട് ചെയ്യാണ്ട് ഈ നമ്മൾ പട്ട വീതിയിലാണല്ലോ അടിക്കുന്നത്, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് അഴിച്ചെടുത്താൽ തന്നെ വേറെ എന്തെങ്കിലും തയ്ക്കാനൊക്കെ പറ്റും. പിന്നെ മുന്താണിയുടെ ഭാഗത്തെ കസവ് മാറ്റിയില്ലെങ്കിൽ ആ കസവ് എപ്പോഴും പാവടയുടെ ഒരു സൈഡ് വൺ സൈഡായിട്ട് കിടക്കും. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണതന്നെയാണ് നല്ലത്. ഇപ്പോൾ ഒരു സ്റ്റിച്ച് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ അരികത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് ആയി. എന്നിട്ട് നമ്മളിവിടെ ഹുക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യണത്. ഞാൻ ഇതിനിവിടെ ഒരു 3 ഹുക്കോളം വെച്ചിട്ടുണ്ട്. പട്ടയ്ക്ക് വീതിയുള്ളവരുണ്ട്. അപ്പോൾ 3 ഹുക്ക് വെച്ച് കഴിയുമ്പോൾ നമ്മൾ അത് ഇട്ട് കഴിയുമ്പോൾ നല്ല ബലത്തിൽ തന്നെ അതവിടെ കിടന്നോളും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ എല്ലാം കണ്ടിട്ട് അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണേ. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ. ഇനിയിപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching.